നമസ്കാരം. യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടന്റെ തൊഴിൽ വിപണിയിൽ വീണ്ടും ആശങ്ക ഉയർത്തി പിരിച്ചുവിടാനുള്ള നോട്ടീസ് കണക്കുകൾ. ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള മുന്നറിയിപ്പ് നോട്ടീസുകൾ റെക്കോർഡ് വേഗത്തിൽ ഉയർന്നതായാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ ലേ ഓഫ് നോട്ടീസുകൾ. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്ക് പ്രകാരം ആഴ്ചയിൽ ശരാശരി 89,000 പിരിച്ചുവിടൽ നോട്ടീസുകളാണ് നൽകുന്നത്. ഒരു വർഷം മുൻപത്തെ അപേക്ഷിച്ച് 76% വർധന. 20 പേരോ അതിലധികമോ ജീവനക്കാരെ പിരിച്ചുവിടാൻ പദ്ധതിയുണ്ടെങ്കിൽ സ്ഥാപനങ്ങൾ മുൻകൂട്ടി ഇത്തരം നോട്ടീസ് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കണക്കുകൾ വരാനിരിക്കുന്ന തൊഴിൽ പ്രതിസന്ധിയുടെ മുന്നറിയിപ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 5%-ലെത്തിയിട്ടുണ്ട്. യുവാക്കൾക്കിടയിൽ അത് 16%-നും മുകളിലാണ്. ജോലി തേടി നടക്കുന്ന യുവതലമുറയ്ക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. അതേസമയം ബിസിനസ്സുകൾ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഉയർന്ന നികുതികൾ, മിനിമം വേതന വർധന, തൊഴിലാളികളുടെ പുതിയ അവകാശങ്ങൾ എന്നിവ കമ്പനികളുടെ ചെലവ് കൂട്ടിയെന്ന് വ്യവസായ മേഖല പറയുന്നു. ഇതിനൊപ്പം ആഗോള സംഘർഷങ്ങളും ഊർജ്ജ ചെലവും കടമെടുപ്പ് ചെലവും ഉയർന്നതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമാവുകയാണ്. ചെലവ് കുറയ്ക്കാനുള്ള ഏറ്റവും എളുപ്പവഴിയായി ചില സ്ഥാപനങ്ങൾ ജീവനക്കാരെ പിരിച്ചുവിടലിനെ കാണുന്നതായാണ് സൂചന. ബ്രിട്ടന്റെ തൊഴിൽ വിപണി അടുത്ത മാസങ്ങളിൽ കൂടുതൽ വെല്ലുവിളികൾ നേരിടുമെന്ന ആശങ്ക ഇതോടെ ശക്തമാവുകയാണ്.